UDFിൻ്റെ ശക്തി കേന്ദ്രം എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത് എറണാകുളം ജില്ല തന്നെയാണ്. എറണാകുളം ജില്ലയ്ക്കകത്ത് 14 നിയോജക മണ്ഡലങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFിന് അപ്രമാദിത്വമുണ്ടായിരുന്ന ഏക ജില്ല എറണാകുളമാണ്. കോട്ടയത്ത് പോലും UDFിന് ഉദ്ദേശിച്ചത്ര നേട്ടം കൊയ്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എറണാകുളം ജില്ലയിൽ അത് കഴിയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവായ VD സതീശൻ പ്രതികരിക്കുന്ന പറവൂർ നിയോജക മണ്ഡലം ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള കോൺഗ്രസ് MLAമാർ എറണാകുളം ജില്ലയിൽ ഉണ്ട്. എൽദോസ് കുന്നപ്പള്ളിയും അതുപോലെ തന്നെ നിലവിൽ 3 തവണയായി ആലുവ MLA ആയിട്ടുള്ള അൻവർ സാദത്തും അങ്കമാലി MLA ആയിട്ടുള്ള റോജി M ജോണും തൃക്കാക്കര MLA ആയിട്ടുള്ള ഉമാ തോമസും എറണാകുളം MLA ആയിട്ടുള്ള TJ വിനോദും അടക്കം നിരവധി പേർ എറണാകുളം ജില്ലയിൽ നിന്നുള്ളവരാണ്. ഇവിടെ ഏറെ പ്രസക്തമാകുന്നത് CPIMൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്താൻ വരെ സാധ്യതയുള്ള നിലവിലെ വ്യവസായ വകുപ്പ് മന്ത്രിയായ P രാജീവ് പ്രതികരിക്കുന്ന കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയാണ്. കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ UDFിനായി മത്സരിച്ചത് ലീഗ് സ്ഥാനാർത്ഥിയാണ്. അവിടെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ VK ഇബ്രാഹിം കുഞ്ഞ് തുടർച്ചയായി ലീഗിന് വേണ്ടി വിജയിച്ചു കൊണ്ടിരുന്ന സീറ്റിലാണ് കഴിഞ്ഞ തവണ T രാജീവ് വിജയിച്ചത്. എന്നാൽ ലോക്സഭയിലെ കണക്കെടുത്ത് നോക്കിയാൽ ഹൈബി ഈഡന് കളമശ്ശേരിയിൽ 35,000-ലധികം വോട്ടിൻ്റെ ലീഡ് ഉണ്ട് താൻ. കളമശ്ശേരി തിരിച്ചു പിടിക്കാൻ ലീഗിന് വേണ്ടി കൃത്യമായി UDF ആലോചിക്കുന്നത് KM ഷാജിയെ എറണാകുളത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളം കണ്ട ഏറ്റവും മികച്ച തീപ്പൊരി പ്രാസംഗികരിൽ ഒരാളാണ് KM ഷാജി, ഒരു സംശയവും വേണ്ട. മുസ്ലിം ലീഗിനകത്ത് മാത്രമല്ല UDFിനകത്ത് വലിയ രീതിയിൽ അദ്ദേഹത്തിനുള്ള പ്രാതിനിധ്യം വളരെ പ്രസക്തമാണ്. 2011-ലും 2016-ലും അഴീക്കോട് മണ്ഡലത്തിൽ LDFിൻ്റെ സ്വപ്നങ്ങളെ ചിറകരിഞ്ഞാണ് KM ഷാജി പൊരുതി വിജയിച്ചത്. അദ്ദേഹത്തിനെതിരെ പിണറായി വിജയൻ നിരവധിയായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ അപമാനിക്കാനും അദ്ദേഹത്തിനെ വലിയ തോതിൽ ആക്രമിക്കാനുമൊക്കെ LDF തക്കം പാർത്ത് പല സമയത്തും ഇരുന്നിട്ടുണ്ട്. അതിനെയൊക്കെ ശക്തമായി എതിർത്തുകൊണ്ട് കണ്ണൂരിൽ ഒരുപക്ഷെ UDF പ്രസ്ഥാനത്തിന് കരുത്ത് പകർന്ന ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് KM ഷാജി. ഒരുപക്ഷെ K സുധാകരൻ പറയുന്നത് പോലെ കൃത്യമായി UDFിൽ ഒരു സിംഹക്കുട്ടിയായി തന്നെയാണ് KM ഷാജിയെ അറിയപ്പെടുന്നത്. നികേഷ് കുമാറിൻ്റെ നാറിയ രാഷ്ട്രീയ കളിയിൽ KM ഷാജിയെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ വൃത്തിഹീനമായ കളികൾ പലതും നടത്തിയിട്ടുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നികേഷ് കുമാർ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനെ അഴീക്കോട് നിന്നും കെട്ടിച്ചത് KM ഷാജിയാണ്. ഇപ്പോൾ നികേഷ് കുമാർ CPIMൽ മുഴുവൻ സമയ പ്രവർത്തകനാണ്. എന്നാൽ പോലും നികേഷ് കുമാറിൻ്റെ ആ നാറിയ രാഷ്ട്രീയത്തെ പൊളിച്ചെടുക്കാൻ KM ഷാജി കാണിച്ച ചങ്കൂറ്റം, അദ്ദേഹത്തിന് കിണറേഷ് എന്ന വട്ടപ്പേര് കിട്ടിയതുൾപ്പെടെ KM ഷാജിയുടെ ശക്തമായ ഒരു സാന്നിധ്യം തന്നെയാണ്. അദ്ദേഹത്തിനെയാണ് എറണാകുളത്തേക്ക് UDF ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്.